വേദനയുടെ ശമനം. ബുദ്ധനെപ്പോലെ ഹൃദയാലുവായ ഓരോ വ്യക്തിയും ഓരോ ഋഷിയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്നത് വേദനകളുടെ സാമ്രാജ്യമായ ഒരു ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ആസ്പത്രിയിലാണ് എന്ന് വരുമ്പോൾ വേദന ദുഃഖം വരുത്തുന്നുണ്ട്, കഷ്ടപ്പാടിലേക്ക് വീഴ്ത്തുന്നുണ്ട്. ദിനം പ്രതി ഇത് കണ്ടിട്ടും മനുഷ്യർ സദാ ധനവും വസ്തുക്കളും ഭൂമിയും വീടും സ്വർണ്ണാഭരണങ്ങളും വാഹനങ്ങളും ഭൃത്യരും ആഡംബര വസ്തുക്കളും നിറഞ്ഞ ഈ സംസാരമാണ് സുഖം എന്ന് കരുതി അവ നേടുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഇവ കൊണ്ട് വേദനയും ദുഃഖവും തീരുന്നതോ ആവലാതി തീരുന്നതോ ഒട്ടു കാണുന്നുമില്ല. കരകാണാത്ത കടലിൽ ഒരു ഓട്ടത്തോണിയിൽ സഞ്ചരിക്കുന്ന പോലെയാണ് സംസാര ജീവിതം. ചുറ്റുമുള്ളവരെല്ലാം ദുഃഖമനുഭവിക്കുമ്പോൾ ഞാൻ മാത്രം മുക്തനായിട്ട് എന്താണ് കാര്യം എന്ന് ബുദ്ധൻ ചിന്തിച്ചു. തൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ അദ്ദേഹം 4 കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞു. ഒന്നാമതായി വേദന അഥവാ ദുഃഖം, രണ്ടാമതായി ദുഃഖത്തിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം, മൂന്നാമതായി വേദനാശമനം, നാലാമതായി അതിനുള്ള മാർഗം. ഇവയെ 4നെയും കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഒരാൾ ഒരു ഋഷിയായി മാറുകയുള്ളൂ. ചിന്തിച്ചാലേ നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. ജന്മം, രോഗം, വാർദ്ധക്യം, മരണം, ദാരിദ്ര്യം, വിരഹം, ദുർജന സംസർഗം, മോഹിച്ചത് കിട്ടാതിരിക്കൽ, ഇവയോട് കൂടിയ ജീവിതം ദുഃഖമയമാണ് എന്ന് ബുദ്ധൻ തിരിച്ചറിഞ്ഞു. തൻ്റെ പൂർവികരായ രാജർഷിമാരെ പോലെ ഇതിന് കാരണമായ മമതയെ എങ്ങനെ ഒഴിവാക്കാം എന്ന് അവരെ പോലെ അദ്ദേഹവും ചിന്തിച്ചു. പ്രപഞ്ചത്തെപ്പോലെ മനുഷ്യനും നാമരൂപാത്മകമാണ്. നാമം എന്ന് പറയുമ്പോൾ അതിൽ ചിത്തം അഥവാ കോൺഷ്യസ്നസ്, ബോധം പെടുന്നു. അത് ചിത്സികം അല്ലെങ്കിൽ സൈക്കിക് ഫാക്ടർ കൂടി ഉൾപ്പെട്ടതാണ്. അതായത് നാമം എന്ന പദത്തിൽ കോൺഷ്യസ്നസ് അഥവാ ബോധവും സൈക്കിക് ഫാക്ടേഴ്സും അതായത് ചിത്സികം, ചിത്തം ഇത് രണ്ടും ഉൾപ്പെടും. രൂപത്തിൽ 28 തരം ദ്രവ്യ ഗുണങ്ങളാണ് ഉൾപ്പെടുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിലത്തെ 28 തരം ദ്രവ്യഗുണങ്ങൾ പെട്ടതാണ് രൂപം. ചിത്തത്തിന് ബോധപ്രകാശമുണ്ട്, ദ്രവ്യത്തിന് അതില്ല. ബോധമനസ്സ് അകത്തും പുറത്തുമുള്ളവയോട് മമത പുലർത്തുന്നു. മമത കൊണ്ട് സദാചാരവും ഉണ്ടാവാം, ദുരാചാരവും ഉണ്ടാവാം. കർമ്മങ്ങൾ കൂടുന്തോറും നമ്മുടെ മമത കൂടിക്കൂടി വരും. മമത കൂടുന്തോറും നമ്മുടെ ആവരണങ്ങൾക്ക് കട്ടി കൂടിക്കൂടി വരും. മനസ്സിന്റെ നൈർമല്യം പോകും. അനിയന്ത്രിതമായി തനിക്ക് ചുറ്റും ആവരണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ ആവരണങ്ങൾ ഉള്ള കാലത്തോളം മനുഷ്യന് മനഃശാന്തി കിട്ടുകയില്ല. ശുദ്ധമായ മനസ്സ് അതീവ നിർമ്മലമാണ്. നൈർമല്യമാണ് സാത്വികമായ മനസ്സിന്റെ സ്വഭാവം. അതിൽ മാത്രമേ ശുദ്ധജ്ഞാനം ഉദിക്കുകയുള്ളൂ. ഇത് ബുദ്ധൻ മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ ഋഷിമാരും പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ആവരണങ്ങളാൽ ചുറ്റപ്പെട്ട് കളങ്കിതമായ മനസ്സ് ദിശ തെറ്റി മമതാബന്ധങ്ങളിൽ പെട്ട് ശാന്തി പോയി കഷ്ടപ്പെടുന്നു. ആവരണങ്ങളുടെ സ്വഭാവം അറിഞ്ഞാലേ അവയെ നീക്കം ചെയ്യാനാവൂ. ഈ ആവരണങ്ങളെ, ഈ വിഘ്നങ്ങൾ എന്നാണ് ഈ ആവരണങ്ങളെ പറയുന്നത്. ഈ ആവരണങ്ങളെ നീക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുള്ള മാർഗം എന്താണ് എന്നാണ് ബുദ്ധൻ മറ്റു ഋഷിമാരെ പോലെ, തനിക്ക് മുമ്പുള്ള മറ്റു ഋഷിമാരെ പോലെ ബുദ്ധനും ആലോചിച്ചത്.